ഹലോ എവ്രിവൺ. ഒത്തിരി സന്തോഷത്തോടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഇത്തിരി നേരം. ഇന്നൊരു ഈവനിങ് വിശേഷം. ഉണ്ണിക്കുട്ടൻ്റെ ട്രീറ്റാണെന്ന്. ആള് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങിത്തരാൻ പോകുന്നു. നോമ്പായതുകൊണ്ട് തന്നെ നോൺ വെജിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ആളുടെ കയ്യിലെ കാശും ഇത്തിരി കുറവാണേ. എങ്ങോട്ടേക്ക് പോകും എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് വെജ്മിയാണ്. സോ അങ്ങോട്ടേക്കുള്ള യാത്രയാണിത്. ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്തേ പിന്നെ പുറത്തേക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പോകുന്നുണ്ടായുള്ളൂ. ഓൾമോസ്റ്റ് 3 വീക്സ് ആയിട്ട് ഇവരെ പുറത്തും കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നിട്ട് പോലും ആർക്കും ഒരു പരാതിയോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. അങ്ങനെ ഫൈനലി നമ്മൾ വെജ്മി എത്തി. സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ നോക്കി ഓർഡർ ചെയ്യാൻ ആൾ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ ഇന്ന് ഉണ്ണിക്കുട്ടൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആൾക്ക് ആകെ ഒറ്റയൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കൃത്യമായി പൈസ എണ്ണി അവിടെ കൊടുക്കുക, ബാലൻസ് കളക്ട് ചെയ്യുക ആൻഡ് ബീപ് ബസർ വാങ്ങുക, അത്ര തന്നെ. ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റി. പക്ഷെ ബസറിൻ്റെ കാര്യം വന്നപ്പോൾ അവിടെ ചെറിയൊരു പിടിവലി നടന്നു. പക്ഷെ എന്നാലും അത് വളരെ സമാധാനത്തിൽ തന്നെ അവസാനിച്ചു. ബസറിന് വേണ്ടിയിട്ടുള്ള ഈ പിടിവലിയും പിന്നെ അത് ബീപ് പഠിക്കുമ്പോൾ ആര് തിരിച്ചു കൊണ്ടു കൊടുക്കും എന്ന തർക്കവും ഇവർക്കിടയിൽ സർവ്വസാധാരണമാണ്. ഇന്ന് ബസർ തിരിച്ചു കൊടുക്കാനുള്ള നറുക്ക് വീണത് പൊന്നൂനാണ്. ആള് ഉണ്ണിക്കുട്ടൻ്റെ പിന്നാലെ വേഗം അങ്ങോട്ടേക്ക് ഓടി. ആ ബസർ അവിടെ കൊടുത്ത് പ്ലേറ്റ് എടുക്കുക എന്നുള്ളത് പൊന്നൂനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. ഉണ്ണിക്കുട്ടനും അങ്ങനെ തന്നെ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ ട്രീറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, ബാലവേലയൊന്നും അല്ല കേട്ടോ. വീട്ടിൽ വെറുതെ മൊബൈലും ടാബും ഒക്കെ തോണ്ടി സമയം കളയാണ്ടിരിക്കാൻ ഒരു ചെറിയ റിവാർഡ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ കിട്ടിയ പൈസയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവർക്കൊപ്പം സന്തോഷത്തോടെ കുറച്ച് നിമിഷങ്ങൾ സമ്മാനിച്ച ദൈവത്തിന് 1000 നന്ദി. അപ്രതീക്ഷിതമായ ഒരുപാട് സന്തോഷങ്ങൾ നൽകി ജീവിതം ഓരോ നിമിഷവും നിങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷങ്ങളും കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്നിവിടെ പറയുന്നു ഇത്തിരി നേരം.